LDF കൺവീനർ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ. രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ഇ.പി. ജയരാജനുമായി ഗൾഫിൽ വെച്ച് ചർച്ച നടത്തി. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയതെന്നും കെ. സുധാകരൻ പറഞ്ഞു. ഇ.പി. ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലല്ലോ. ഇ.പി. 6 മാസമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയില്ലല്ലോ. ചർച്ച നടന്നത് ഗൾഫിലാണ്. ഒരു ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നു എന്ന് മാത്രമേ എനിക്കറിയൂ. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖർ അടക്കം ചർച്ച നടത്തിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയതോടുകൂടി തന്നെ ഇ.പി. വളരെ വളരെ അസ്വസ്ഥനാണ്. കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ.പി. ആണ്. ഇ.പിക്ക് അത് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ ഇ.പിക്ക് ഭയങ്കര നിരാശയുണ്ട്. ഈ നിരാശ എന്നല്ല, അത് അദ്ദേഹം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല, രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല. ഓപ്പണായി പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല. പ്രകാശ് ജാവദേക്കറുമായി തന്റെ സാന്നിധ്യത്തിൽ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കി ദല്ലാൽ നന്ദകുമാറും രംഗത്തെത്തി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സഹായം ചോദിച്ചുവെന്നും പകരമായി SNC ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായിയെ ഒഴിവാക്കാമെന്ന് ജാവദേക്കർ ഉറപ്പു നൽകിയെന്നും TG നന്ദകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇ.പി. ജയരാജൻ എന്നെയും ഇ.പി. ജയരാജനെയും കാണാൻ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവദേക്കർ കണ്ടു, സംസാരിച്ചു. എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. അപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയന്റെ പേരിലെ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല, ഇതെൻ്റെ ഉറപ്പല്ല, എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് ഇ.പിക്ക് ഉറപ്പ് തരുന്നു, ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാറിനെ കൂട്ടിക്കോ. ഇ.പി. പറഞ്ഞു നടക്കൂല. ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിന്റെ സഹായം ഉണ്ടെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാം, പകരം SNC ലാവലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു, അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം. പിണറായി വിജയന്റെ കാലത്ത് മുമ്പ് PC തോമസ് വഴി BJPയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ കാൻഡിഡേറ്റ് ആക്കി കൊടുത്തു. എന്നാൽ ഇന്ന് LDFനെ സഹായിക്കുന്ന കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത 500 വോട്ടിന് PC തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് CPMന്റെ കയ്യിൽ. ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് CPIക്കാണ്. അഡ്ജസ്റ്റ്മെന്റിന് പറ്റൂല, സുരേഷ് ഗോപിയെ മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു. എന്നാൽ BJPയിലേക്ക് പോകേണ്ട ആവശ്യം തനിക്കില്ല എന്നായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണം. ദുബായിലേക്ക് താൻ പോയിട്ട് വർഷങ്ങളായി, സുധാകരന് ഓർമ്മക്കുറവുണ്ട്, മരുന്ന് കൃത്യമായി കഴിക്കണമെന്നും ഇ.പി. ജയരാജൻ പരിഹസിച്ചു. എനിക്ക് BJPയിലേക്ക് ഭാരതത്തിലും പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. എനിക്ക് ഒന്ന് അൾഷിമേഴ്സ് ഉണ്ടോ അദ്ദേഹത്തിന്? എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ? എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ. അതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി. സുധാകരൻ BJPയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ്. ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഇടപെടുവിച്ച് നേരെ തിരിച്ചയച്ചത്. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും നൽകും വിവരങ്ങൾ. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ, നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തലേന്നും ഈ BJP പ്രവേശം, നേതാക്കളുടെ BJP പ്രവേശമാണ് ചർച്ചയാകുന്നത്. KPCC അധ്യക്ഷനും LDF കൺവീനറും രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തമ്മിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുകയാണ്. ഇരുവരും BJPയിലേക്ക് പോകുന്നതിന് ചർച്ചകൾ നടത്തിയെന്നാണ് ഈ ആരോപണം. ഇതിലെ കഴമ്പെന്താണ്? വിനീത, നേതാക്കൾ പരസ്പരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് നേതാക്കളാണ് ഇത്തരത്തിൽ BJPയുമായി ചർച്ച നടത്തിയത് എന്ന കാര്യത്തിൽ ഇനിയുമൊരു വ്യക്തത വന്നിട്ടില്ല. എല്ലാം ആരോപണങ്ങൾ മാത്രമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. എന്തായാലും കെ. സുധാകരൻ എന്ന ഇ.പി. ജയരാജനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഗൗരവതരമായിട്ടുള്ള ആരോപണം തന്നെയാണ്. കാരണം KPCC അധ്യക്ഷൻ തന്നെ LDF കൺവീനർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു. അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം അതിന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില
ചില കാര്യങ്ങൾ തനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഗൗരവതരമായി തന്നെ കാണേണ്ടതാണ്. കൃത്യമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും നേതൃത്വത്തിൽ വിദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ BJPക്ക് ചേരുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയത് എന്ന പ്രതികരണമാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. EP ജയരാജൻ കഴിഞ്ഞ ദിവസം ഈ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോളം തന്നെ തലയെടുപ്പുള്ള ഒരു നേതാവ് BJPയിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന പ്രതികരണം നടത്തി. അതിന് പിന്നാലെയാണ് ഇത് കെ സുധാകരനും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. എന്നാൽ EP ജയരാജൻ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. താൻ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ആ ശവസംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇവരുമായി യാതൊരുവിധ പരിചയവുമില്ല എന്നുള്ള കാര്യമാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. അതിന് പകരം ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്നതിന് കൂടി കെ സുധാകരനെതിരെ ഒരു പ്രത്യാരോപണം ഉന്നയിക്കുന്നതിന് കൂടി EP ജയരാജൻ തയ്യാറായി. BJPയിലേക്ക് ചേരുന്നതിന് വേണ്ടി തയ്യാറായത് കെ സുധാകരനാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈയിലേക്ക് ഇതിൻ്റെ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടതാണ്. ചെന്നൈയിൽ വെച്ച് ഇത് സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസുമായി ബന്ധമുള്ള മറ്റ് ആൾക്കാർ ഇടപെട്ടുകൊണ്ട് സുധാകരനെ തിരിച്ചയക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് LDF കൺവീനർ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രം വോട്ടെടുപ്പിന് ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. എന്തായാലും ശരി, അർജുൻ കല്യാട്, അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നു. അർജുൻ, ദല്ലാൽ നന്ദകുമാർ ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം നടത്തി ശോഭാ സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. ചില രേഖകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയം, താനും EP ജയരാജനും ഉള്ളിടത്തേക്ക് പ്രകാശ് ജാവദേക്കർ, കേരള പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവദേക്കർ വരികയും SNC ലാവ്ലിൻ കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒപ്പം BJPയെ സഹായിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തി EP ജയരാജനുമായി എന്നൊരു ഗുരുതര ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ഉയർത്തുന്നത്. വിനീത, അങ്ങനെ തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ദിവസങ്ങൾ നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് കൂടുതൽ കാര്യങ്ങളുമായി ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം EP ജയരാജനും താനും തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ ഇരിക്കുന്നു. അവിടേക്ക് പ്രകാശ് ജാവദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ നേതാവ് പ്രകാശ് ജാവദേക്കർ വരുന്നു. EP ജയരാജനുമായി തന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുന്നു. പ്രധാനമായും പ്രകാശ് ജാവദേക്കർ പറയുന്നത് BJPയുടെ ആവശ്യം അവർക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് പകരമായി ലാവ്ലിൻ കേസിൽ ഒത്തുതീർപ്പിന് തയ്യാറാണ്, മറ്റ് ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും EP ജയരാജനെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നില്ല. മാത്രവുമല്ല, CPI ആണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അവിടെ നമ്മൾ വിചാരിച്ചാലും ഇത്തരമൊരു ഡീൽ നടക്കില്ല എന്ന് EP ജയരാജൻ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. അതിനുശേഷമാണ് ഈ ചർച്ച മുന്നോട്ട് പോകാതായത്. ഡൽഹിയിൽ വെച്ച് ജാവദേക്കറിന്റെ വീട്ടിലേക്ക് EP ജയരാജനെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അവിടെ അമിത്ഷായുമായി നേരിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആ ചർച്ചയും നടന്നില്ല. അതോടൊപ്പം തന്നെ പ്രകാശ് ജാവദേക്കർ ദല്ലാൽ നന്ദകുമാറിനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പല നേതാക്കളുമായി, കെ സുധാകരനുമായി ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയായി. കെ സുധാകരൻ BJPയിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ KPCC അധ്യക്ഷനായതുകൊണ്ട് ഒടുവിൽ അദ്ദേഹം പിന്മാറി. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി നിരവധി നേതാക്കളുമായി ചർച്ച എന്നും പ്രകാശ് ജാവദേക്കർ വെളിപ്പെടുത്തിയെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ കൃത്യമായ സ്ഥലമോ തീയതിയോ മാസം പോലും ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കുന്നുമില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ശരി, അർജുൻ മട്ടന്നൂരും അർജുൻ കല്യാടുമാണ് വിവരങ്ങൾ നൽകിയത്.